നബി ആരാണ്, മഹാന്മാരാരാണ്, മാതാപിതാക്കൾ ആരാണ്, ഇതൊക്കെ പറയുന്ന പാട്ടുകളുണ്ട്. ഇത്തരം പാട്ടുകളാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഈ പാട്ടിൽ തന്നെ ബാപ്പം കുഞ്ഞി മുസ്ലിയാർ പറയുന്നുണ്ട് മുത്തുനബിയുടെ ഉമ്മയെക്കുറിച്ച്, പാല് കൊടുത്ത ഹലീമ ബീവിയെ കുറിച്ച്. ഉമ്മുനബിന്റെ ഉമ്മാനെ അറിയാമിന ഉമ്മ, അവരിലെ മുല കൊടുത്താറ്റി പോറ്റിയ ഉമ്മ. ബിഹി ഹലീമ തങ്ങൾ പിറന്ന് വളർന്ന തലം തുറമക്കം തന്നെ. തങ്ങൾ തന്റെ വഫാത്ത് മദീനയിലാകും മറഞ്ഞു കിടന്നേ. ഉള്ളു ചുകന്ന വെള്ള നിറം നീണ്ടവരല്ല അറിവീൻ. അല്ല കുറിയവർ നല്ല തടിമുഖം വട്ടനിലാവേ. മുത്തുനബിയുടെ ഉമ്മയുടെ പേരെന്താണ്? ആമിന ഉമ്മ. അവർക്ക് മുല കൊടുത്ത പാല് കൊടുത്ത ഉമ്മയാരാണ്? ബീവി ഹലീമ. എല്ലാ വിഷയങ്ങളും ആ പാട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയാ മുത്തുനബിയുടെ സൗന്ദര്യം, ആ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉള്ളു ചുകന്ന വെള്ള നിറം, നബി നീണ്ടവരല്ല. മുത്തുനബി എന്ന് പറയുന്നത് ഉള്ളു ചുകന്ന വെളുത്ത നിറമുള്ള നല്ല സൗന്ദര്യമുള്ള ആളാണ്, നീണ്ട ആളല്ല. അല്ല കുറിയവർ, കുറുതായ ആളുമല്ല. ഒത്ത തടിമുഖം വട്ടനിലാവേ, നല്ല ശരീരമുള്ള, ഒത്ത വലിപ്പമുള്ള, പ്രകാശിക്കുന്ന 14 രാവിനേക്കാൾ പ്രഭയുള്ള, വട്ടനിലാവ് പോലെയുള്ള, അതിനേക്കാൾ പ്രഭയുള്ള ആളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പാട്ടിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ല നല്ല പാട്ടുകൾ. ഞാൻ ഈ പാട്ടൊക്കെ പഠിച്ചത് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മയിൽ നിന്നാണ്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു കുട്ടിയുടെ ഗതി നിയന്ത്രിക്കുന്നത്, ഒരു കുട്ടിയുടെ ഭാവി നിയന്ത്രിക്കുന്നത് ഉമ്മാന്റെ മടിത്തട്ടാണ്. ആ മടിത്തട്ടിൽ നിന്ന് മക്കളെ മടിയിൽ വെച്ച് നമ്മൾ ഫിലിം കണ്ടാൽ മക്കളും ആ വഴിക്കേ വരുള്ളൂ. മക്കളെ മടിയിൽ വെച്ച് നമ്മൾ ഖുർആൻ ഓതിയാൽ ആ വഴിക്ക് നമ്മളെ മക്കൾ വളർന്നു വരും. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ നല്ല മക്കളാക്കി തെരുമാറാവട്ടെ. ഉമ്മയിൽ നിന്നാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളത്. ഉമ്മയിൽ നിന്നാണ് ഞാൻ ബദർ കിസ്സപ്പാട്ട്, മൊയ്ൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സപ്പാട്ടൊക്കെ കേട്ടതും പഠിച്ചതൊക്കെ ഉമ്മയിൽ നിന്നാണ്. ഉമ്മ മരിച്ചിട്ട് 14 വർഷമായി. അല്ലാഹു തആല അവരെ ഖബർ സന്തോഷാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം നല്ല നല്ല പാട്ടുകൾ, മഹാന്മാരെ കുറിച്ചുള്ള പാട്ടുകൾ നമ്മൾ പഠിക്കണം. ഉമ്മമാരാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും പാടി നോക്കേണ്ട ഒരു പാട്ടാണ് നഫീസത്ത് മാല. നമ്മളുമ്മാർക്കൊക്കെ അറിയാം നഫീസത്ത് മാലയെ കുറിച്ച്. പ്രസവത്തിന്റെ സമയത്ത് നമ്മളൊക്കെ പാടാറുള്ളത് നഫീസത്ത് മാലയാണ്. ആ നഫീസത്ത് മാല നാലകത്ത് കുഞ്ഞുമീദീൻകുട്ടി മുസ്ലിയാരാണ്, പൊന്നാനിക്കാരനാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നഫീസത്ത് മാല നല്ല രൂപത്തിൽ, നല്ല പാടാൻ നല്ല ഭംഗിയുള്ള ശൈലിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ നഫീസ ബീവിയുടെ ചരിത്രമാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല, ഞാൻ പല സ്ഥലത്തുനിന്ന് ചോദിക്കാറുണ്ട്, ആരാ നഫീസത്ത് മാല പൂർണ്ണമായും പാടിയിട്ടുള്ള ആളുകൾ? ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും ഇന്നത്തെ കാലത്തുള്ള സ്ത്രീകൾ. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ പ്രസവ സമയം എത്തിയാൽ നഫീസത്ത് മാല പാടും, പ്രസവിക്കും, സുഖമായി പ്രസവിക്കും. അത് ഒരു പതിവായിരുന്നു. തലക്കടത്തൂരുള്ള ഒരു ബീവുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മയുണ്ട്. ആ ബീവുമ്മ പഴയ കാലത്ത് ഒപ്പനപ്പാട്ടുകളും കല്യാണപ്പാട്ടുകളൊക്കെ പാടിയിരുന്ന ആളാ. അങ്ങനെ കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. കല്യാണം വരുന്ന സമയത്ത് പുതിയാപ്പളന്റെ ഭാഗത്തുനിന്നും പെണ്ണിന്റെ ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടി മത്സരിക്കും. ആ മത്സരിക്കാൻ വേണ്ടി പാട്ട് പാടാൻ പോയിരുന്ന ആളാണ് ഈ ബീവുമ്മ എന്ന് പറയുന്ന ഉമ്മ. ആ ബീവുമ്മ നഫീസത്ത് മാലയെ കുറിച്ച്, അവരുടെ പ്രസവ സമയത്തുണ്ടായ ആ ഒരു സംഭവത്തെ കുറിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, 4 വരി പാട്ട്. എനിക്ക് പ്രസവത്തിന്റെ നൊമ്പലം വന്നു. നൊമ്പലം വരിക എന്ന് പറയാം, പ്രസവ വേദന എന്നല്ല, നൊമ്പലം. ആ നൊമ്പലം എന്ന് പറഞ്ഞാൽ പ്രസവത്തിന്റെ വേദനക്കെന്ന് പറഞ്ഞിരുന്ന വാക്കാണ് നൊമ്പലം. ആ പ്രസവത്തിന്റെ നൊമ്പലം വന്ന സമയത്ത് എന്റെ ഭർത്താവ് വന്ന് നഫീസത്ത് മാല പാടി എനിക്ക് തന്നു എന്ന് ആ ബീവുമ്മ പറയുന്നുണ്ട്. നൊമ്പലാനേ വൻപാല പേടിച്ച് അന്തിച്ചിരിപ്പാലേ കോലം വമ്പാല് വന്നിട്ട് വമ്പ് പറഞ്ഞിട്ട് മാരെ നീരിപ്പാരേ. ും ഓത്തും പല റുക്ക് മന്ദിരങ്ങൾ എല്ലാരും ചെയ്താനേ. മൂപ്പര് ബീവി നഫീസത്ത് മാല ചൊല്ലി തീർക്കും മുമ്പേ ഞാൻ പെറ്റാനേ. ഈ ബീവുമ്മ പറയാണ്, പല ആളുകളും വന്നിട്ട്
എന്റെ അടുത്ത് വന്ന് മന്ത്രവും പിന്നെ അതുപോലെ പല ഖുർആനിക വാക്യങ്ങളൊക്കെ ഓതി. പക്ഷെ എന്റെ ഭർത്താവ് വന്ന് നഫീസത്തുമാല പാടി തീരുന്നതിന് മുമ്പ് ഞാൻ പ്രസവിച്ചു എന്ന് ആ ബീവമ്മ അവരുടെ അനുഭവം എഴുതി വെക്കുകയാണ്. ഇത്തരം പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകളും മാലപ്പാട്ടുകളൊക്കെ ഒന്നും വെറുതെ നമ്മൾ പാടുന്നതല്ല, ആത്മീയമായി ഉപയോഗിക്കുന്ന ഗദ്യ കാവ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഭംഗിയായിട്ടാണ് നഫീസത്തുമാല നാലഘട്ടത്ത് കുഞ്ഞുമതിയും കുട്ടി മുസ്ലിയാർ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ബല്ലിയേ കണക്കിൽ മൂന്നാമത്തെ പേരമകളാകുമേ സാനത്തിനാൽ നൂറും ചാദർ പത്തേ ജപതനിൽ ഫക്കായ മക്ക ദിക്കതിലൂതി ഉദിത്ത റബ്ബിന്റെ പോലെ ഇബാദത്തെ ഉണ്മയിൽ ഇടവിടാതെ നഫീസ ബീവിയുടെ ചരിത്രമാണ്. ബല്ലിയെ കണക്കിൽ സുഹറ ബീക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. നഫീസ ബീവി മുത്തുനബിയുടെ മകളായ ഫാത്തിമ ബീവിയുടെ മൂന്നാമത്തെ പേരക്കുട്ടിയാണ് എന്നാണ് ആ പാട്ടിൽ മാലയിൽ പറയുന്നത്. മാത്രമല്ല, ചൊല്ലുവാൻ സനത്തിനാൽ നൂറും ചദർ പത്ത് ജപതനിൽ ഫക്കായ മക്ക ദിക്കതില്ലൂദിത്തെ. ഹിജറ 145 മക്കയിലാണ് അവർ ജനിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ചരിത്രങ്ങളാണ് അതിൽ കൂടുതൽ പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല പാട്ടുകൾ, മാലപ്പാട്ടുകളും മദ്ഹ് ഗാനങ്ങളും നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. രക്ഷിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ബാപ്പയാരാണ് എന്ന ബോധം നമ്മൾ ഇന്നുള്ള മക്കളെ പഠിപ്പിക്കൽ നിർബന്ധമാണ്. നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ മാസമാണ് കേട്ടത്, ഒരു ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്ന ഒരു കുട്ടി ലഹരിക്കടിമപ്പെട്ടുകൊണ്ട്. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ നല്ല സ്വാലിഹീങ്ങളായി വളർത്തുമാറാവട്ടെ. നമ്മൾ ഇത്രയും കാലം നോക്കി വളർത്തിയിട്ട് നമ്മുടെ നേരെ കത്തി ഓങ്ങുന്ന അവസ്ഥ ഉണ്ടായാൽ നമ്മളെ മക്കളെ എന്തിനു നോക്കി, നമ്മൾ എന്ത് വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു? അൽഹംദുലില്ലാഹ്, നമ്മുടെ മഞ്ഞപ്പറ്റയിലെ സ്കൂൾ, നമ്മുടെ സ്ഥാപനം ഇതുപോലെയുള്ള ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ്. മക്കളെ നല്ല നിലയിൽ വളർത്തുന്ന ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ്. നിങ്ങളെ മക്കളൊക്കെ ഇവിടെ എത്തി എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ്. അല്ലാഹു തആല മക്കളൊക്കെ നല്ല സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. നമ്മുടെ സ്കൂളിൽ ഇനിയും ധാരാളം മക്കളെ കൊണ്ടുവന്ന് ചേർത്തണം. ഇത്തരത്തിലുള്ള ധാർമ്മിക വിദ്യാഭ്യാസങ്ങൾ നമ്മൾ അവർക്ക് നൽകിയാൽ അവർക്ക് രക്ഷിതാക്കൾ ആരാണ്, ഉസ്താദുമാർ ആരാണ്, കൂട്ടുകാരാരാണ്, കുടുംബക്കാരാരാണ്, അയൽവാസികൾ ആരാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അപ്പൊ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നമ്മൾ മക്കൾക്ക് നൽകണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചും അതുപോലെ ഔലിയാക്കളെ കുറിച്ചും മഹാന്മാരെ കുറിച്ചൊക്കെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ മുന്നിൽ കുറെ കുട്ടികളുണ്ട്. നിങ്ങൾക്കൊക്കെ പാട്ട് പാടാറിയോ? അറിയോ? എന്റെ കൂടെ പാടൊരു പാട്ട്. റെഡിയല്ലേ? നമുക്ക് മമ്പുറം തങ്ങളൊരു പാട്ട് പാടാം അല്ലെ? മമ്പുറപ്പൂ മക്കാമിലെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്റെ കൂടെ പാടണേ. മമ്പുറപ്പൂ മക്കാമിലെ മൗലദ്ദവീലവാസിലെ ഇമ്പപ്പൂവായ കൊത്തുബൊലി പാട് മമ്പൂറപ്പൂ മക്കാമിലെ മൗലദ്ദവീലവാസിലെ ഇമ്പപ്പൂവായ കൊത്തുബൊലി അമ്പൻ തൗഫീഖിൽ മൂത്തവർ ഹളർ മൗതുദീത്തവർ ഇമ്മലബാരണഞ്ഞവർ ഇസ്ലാമിൻ തേജസ്സാണവർ കശ്ഫ് കറാമത്തേറ്റിയേ ഖൈറായ ദീനെ പോറ്റിയേ മശ്ഹൂറിൻ സത്യപാറ്റിയേ മജ്ദൂബൻ ഹു റളിയല്ലാഹ് മമ്പൂറപ്പൂ മഖാമിലെ മൗലദ്ദവീലവാസിലെ ഇമ്പപ്പൂവായ കൊത്തുബൊലി സയ്യിദലവി
എന്റെ ഗുരു കൂടിയായ KT മൊയ്‌ദ്യാൻക എഴുതിയ പാട്ടാണ് ഈ മമ്പുറപ്പൂ മക്കാമിലെ എന്ന് പറയുന്ന പാട്ട്. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷാക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ധാരാളം നല്ല നല്ല പാട്ടുകൾ, ഉമ്മയെ കുറിച്ചുള്ള പാട്ട്, ഖൽബിന്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൻ തീരമാണെന്റെ ഉമ്മ, കൽക്കണ്ട കനിയായി എന്നെ വളർത്തിയ സ്നേഹനിധിയുമ്മ, ഖൽബിന്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൻ തീരമാണെന്റെ ഉമ്മ, കൽക്കണ്ട കനിയായി എന്നെ വളർത്തിയ സ്നേഹനിധിയുമ്മ. കാലം ചെറുപ്പത്തിൽ എന്നെ എടുത്തതും കൈകളിൽ വച്ചുമ്മ മുത്തം ചൊരിഞ്ഞതും, കാലം ചെറുപ്പത്തിൽ എന്നെ എടുത്തതും കൈകളിൽ വച്ചുമ്മ മുത്തം ചൊരിഞ്ഞതും, ഉച്ചത്തിലന്ന് ഞാൻ വാവിട്ടാലേറുമ്പോൾ താലോലം പാടിട്ട് ആട്ടിയുറക്കിയതും തീരെ മറക്കില്ല. ഖൽബിന്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൻ തീരമാണെന്റെ ഉമ്മ, കൽക്കണ്ട കനിയായി എന്നെ വളർത്തിയ സ്നേഹനിധിയുമ്മ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് റസൂൽ പൂമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ. 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് റസൂലിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. നല്ല നല്ല മെസ്സേജുള്ള വരികളാണ് ഇത്തരം പാട്ടുകളൊക്കെ. എത്ര യാഥാർത്ഥ്യമാ പറഞ്ഞത്. 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ. ഒരിക്കലും ആവില്ല. അത് അനുഭവിച്ചവർക്കേ അറിയൂ. ഉമ്മയില്ലാത്തവർക്ക് ഉമ്മയുടെ വേദന അറിയാം. അതുകൊണ്ട് നമ്മളെ ഉമ്മാനെ നമ്മളെ നല്ല നോക്കണം. മുത്തുനബി 3 പ്രാവശ്യം പറഞ്ഞത് ഉമ്മയെ പരിഗണിക്കാൻ. ഉമ്മമാരെ നമ്മൾ മാതാപിതാക്കൾ ഉള്ളവരുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. അവരെ ഗുരുത്വവും പൊരുത്തവും വാങ്ങിയാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നുള്ള യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരെ നമ്മൾ നല്ലോണം നോക്കണം. മക്കള് ഉമ്മമാര് പറയുന്നതൊക്കെ കേൾക്കണം. അവർ വിളിക്കുമ്പോൾ അവരെ അടുത്തേക്ക് പോകണം, അവരെ അനുസരിക്കണം. അങ്ങനെയുള്ള മക്കളായി വളരണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധാരാളം പാട്ടുകളെ കുറിച്ച് പറയാനുണ്ട്. ഇങ്ങനെ ഈ നിന്ന നൃത്തത്തിൽ വൈകുന്നേരം വരെ പറയാൻ എനിക്ക് കഴിയും. 18 വർഷം മാപ്പിളപ്പാട്ടിനെ കുറിച്ചാണ് ഞാൻ ഗവേഷണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും നിന്ന് സംസാരിക്കാൻ പറ്റും. ഇപ്പം അതിൻ്റെ വേദിയല്ലാത്തത് കൊണ്ട് പിന്നീട് ഒരിക്കൽ നമുക്ക് ഇത്തരം പാട്ടുകളൊക്കെ പാടിപ്പറയണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല നല്ല പാട്ടുകളുണ്ട്. സ്ത്രീകൾക്കൊരു ഉപദേശമായി വന്നൊരു പാട്ടുണ്ട്. 1970കളിൽ എഴുതിയ പാട്ടാണ്. ആ പാട്ടുകൂടി പാടി നമുക്ക് അവസാനിപ്പിക്കാം. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നിൽക്കണേ, നിങ്ങൾ പെണ്ണാണെന്നുള്ള കാര്യമോർക്കണേ. എടി അള്ളയുണ്ട് ഈമാനുള്ളോർക്കണേ. ഒന്ന് അടങ്ങി പാർത്ത് നരകത്തിയെ കാക്കണേ. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നിൽക്കണേ, നിങ്ങൾ പെണ്ണാണെന്നുള്ള കാര്യമോർക്കണേ. എടി അള്ളയുണ്ട് ഈമാനുള്ളിലോർക്കണേ. ഒന്ന് അടങ്ങി പാർത്ത് നരകത്തിയെ കാക്കണേ. പുരയിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്താണ് ഇത്ര വെമ്പല്? പുതുക്ക സാരി അണിഞ്ഞിട്ടാകും അങ്ങാടി. പുരയിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്താണ് ഇത്ര വെമ്പല്? പുതുക്ക സാരി അണിഞ്ഞിട്ടാകും അങ്ങാടി. മുറിക്കുപ്പായ
മുറിക്കുപ്പായം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മോഡല്, മുഖത്ത് നിന്ന് വടിച്ചെടുത്താൽ മുക്കാട്ടിന് പൗഡർ. മുറിക്കുപ്പായം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മോഡല്, മുഖത്ത് നിന്ന് വടിച്ചെടുത്താൽ മുക്കാട്ടിന് പൗഡർ. പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ നിൽക്കണേ, നിങ്ങള് പെണ്ണാണെന്നുള്ള കാര്യം ഓർക്കണേ. എടി അള്ളയുണ്ട് ഈമാനുള്ളിൽ ഓർക്കണേ, ഒന്ന് അടങ്ങി പാർത്ത് നരകത്തിയെ കാക്കണേ. 1970-കളിൽ എഴുതിയ പാട്ടാണത്. അന്ന് അദ്ദേഹം മുഖത്തുനിന്ന് വടിച്ചെടുത്താൽ മുക്കാട്ടിന് പൗഡർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിത് എഴുതാണെങ്കിൽ ഫുൾ ടിന്ന് പൗഡർ എഴുതേണ്ടി വരും അല്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ഈ നാട്ടിലത്തെ നിങ്ങളെ പറ്റിയല്ലോട്ട് പറഞ്ഞത്. നിങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ്. അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇന്നെ ഇവിടുന്ന് പോകാനായിക്കൂല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പല നാടുകളിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കുറിച്ചല്ല. ഇങ്ങനെയുള്ള നല്ല നല്ല സതുപദേശ ഗാനങ്ങൾ ഒരു കാലത്ത് മാപ്പിളക്കവികൾ എന്ത് കണ്ടാലും പാട്ട് എഴുതിയിരുന്നു. കേരളത്തിൽ 1924-ലും 40-ലും 61-ലും 2018-ലും 19-ലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവരൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. നായാട്ടിന് പോയതിനെ കുറിച്ച് അവർ പാട്ട് എഴുതിയിട്ടുണ്ട്. കാളപൂട്ടിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ സംഗതികളെ കുറിച്ചും മാപ്പിളപ്പാട്ട് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴേ നമുക്കതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. ഇന്ന് PhD ചെയ്യുന്ന ഈ വിഷയത്തിൽ PhD ചെയ്യുന്ന 4 ആളുകൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. മാപ്പിളപ്പാട്ടിൽ മാത്രം PhD ചെയ്യുന്ന ഇങ്ങനെ അക്കാദമിക് പഠനങ്ങൾ ഇഷ്ടം പോലെ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് വന്നിട്ടുണ്ട്. എന്ത് കണ്ടാലും പാട്ട് എഴുതിയിരുന്നൊരു കാലം. നമ്മുടെ ഈ അടുത്ത കാലത്താണ് ഫുട്ബോൾ വന്നത്, കഴിഞ്ഞത് വേൾഡ് കപ്പ്. ആർക്കായിരുന്നു ഫസ്റ്റ്? കുട്ടികൾക്കറിയോ? ബ്രസീലല്ലേ? അല്ലാ, അത് ചോദിച്ച കുട്ടിക്ക് എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വളരെ ഉഷാറാണ്. നമ്മള് നിസ്കാരത്തിന്റെ ചർച്ച പറഞ്ഞ ഇസ്ലാംകാരെ ഇമാങ്കാരെയൊക്കെ ചോദിച്ചാൽ അത് കുറച്ച് ബേക്കറായിരിക്കും. പക്ഷെ ഇതൊക്കെ അറിയണം കേട്ടോ. നമ്മള് ലോകവിവരാണ്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. അർജന്റീനക്ക് ഫസ്റ്റ് കപ്പടിച്ചു അല്ലെ? ആരെ ക്യാപ്റ്റൻ? അത് ഉഷാറായിട്ട് പറഞ്ഞു. എന്നാൽ ഇതിന് മുമ്പൊരു കപ്പ് കിട്ടിയിരുന്നു അർജന്റീനക്ക്. അന്ന് ക്യാപ്റ്റൻ ആരായിരുന്നു? മറഡോണ. അന്ന് നിങ്ങൾ ഉണ്ടായിണോ? കപ്പ് കിട്ടിയെന്ന്? അന്നൊരു മാപ്പിളക്കവി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് കപ്പ് കിട്ടിയതിനെ കുറിച്ച്, അന്ന് ആ വേൾഡ് കപ്പിനെ കുറിച്ച് ഒരു കവി പാട്ട് എഴുതിയിട്ടുണ്ട്. മറഡോണ ഗോളൊന്നടിച്ചാനെ കണ്ട് മൈമൂന പൊട്ടിച്ചിരിച്ചാനെ, ടിവിന്റെ മുന്നിലിരുന്നാനെ അവൾ തീനും കൂടിയും മറന്നാനെ എന്ന് പറഞ്ഞാൽ അന്ന് കപ്പടിക്കണ കാലത്ത് മൈമൂന ടിവിന്റെ മുന്നിൽ കളി കാണാൻ വേണ്ടിയിട്ട് ആ മാപ്പിളക്കവിന്റെ യാഥാർത്ഥ്യമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ എന്ത് നടന്നാലും പാട്ട് എഴുതിയിരുന്നൊരു കാലം. ഒരു മാപ്പിളക്കവിയുടെ ചുവട്ടിൽ കൂറ പോയി. കൂറനെ കണ്ടിട്ടില്ല നിങ്ങൾ? കൂറ കണ്ടണ? കൂറ പോയി. കൂറ പോയപ്പോ പിറ്റേ ദിവസം തന്നെ ആ കവി അതിനെ കുറിച്ചൊരു പാട്ട് എഴുതി. ആ കൂറ പിന്നെയാണ് ചിന്തിച്ചത്, ഞാൻ കേറിയ ആളെ ചെവിട് മാറിപ്പോയി, വേറെ ആളെ ചുവട്ടിൽ കയറായിരുന്നു. കാരണം പിറ്റേന്ന് തന്നെ അതിനെ കുറിച്ച് പാട്ട് എഴുതി. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് ഡൈനിങ് ഹാളിൽ പായി വിരിച്ചിട്ട് എന്നെ ഉമ്മ ഉറക്കും. ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി ഉറുമ്പ് പോകും ചുവട്ടില്. എന്റെ അനുഭവം പറഞ്ഞു, ഉറുമ്പ് പോവും. എന്നിട്ട് കരയുന്ന സമയത്ത് ഉമ്മ വരും, വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ട് വെള്ളം ഒഴിക്കും. ആ ചെവിട്ടിലേക്ക് വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കും, ഇത് വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഒരു മാപ്പിള കവിയുടെ ചുവട്ടിൽ കൂറ പോയി പിറ്റേ തന്നെ അതിനെ കുറിച്ച് അദ്ദേഹം ഒരു പാട്ട് എഴുതി. ചോറും തിന്നുറങ്ങി ഞാൻ പേരും കൂർക്കം വലിക്കുമ്പോൾ കൂറവന്നെന്റെ കാതിൽ പാറി, റബ്ബേ മാറുന്നില്ലല്ലോ പാടച്ചോനെ ശാരം പോലെ താല ചോറിലേക്ക് അത് മണ്ടിക്കേറി. ചോറും തിന്നുറങ്ങി ഞാൻ പേരും കൂർക്കം വലിക്കുമ്പോൾ കൂറവന്നെന്റെ കാതിൽ പാറി, റബ്ബേ മാറുന്നില്ലല്ലോ പാടച്ചോനെ ശാരം പോലെ താല ചോറിലേക്ക് അത് മണ്ടിക്കേറി. സൂചിക്കോലെടുത്ത് ഞാൻ ചെവി കുത്തി തുഴഞ്ഞ് മോചനം ലഭിക്കാതെ കൂറ താറ പറഞ്ഞ് നാടിയും ഞരമ്പുകൾ കയ്യും കാലും തളർന്ന് പേടിച്ചിട്ടന്തം വിട്ട് റബ്ബേ ഞാനും കരഞ്ഞ്. അല്ലാ കൂറാക്കി കിണി 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 കാതിനകത്ത് ഹൂവല്ലാ കൂറെ പുന്നാര കുട്ടി കൂറെ ചെവിട്ടിന്നു
നിന്ന് മാറ് വീളമ്പാൻ കൂറ നല്ലൊരു പായസ കഞ്ഞി നിനക്ക് വെക്കമിലൊന്ന് ഇറങ്ങി വിളിക്ക് ചോറും തിന്നുറങ്ങി ഞാൻ പെരുങ്കൂർക്കം വലിക്കുമ്പോൾ കൂറ വന്നെന്റെ കാതില് പാറി റബ്ബേ മാറുന്നില്ലല്ലോ പാടച്ചോനെ ശാരം പോലെ താല ചോറിലേക്കത് മണ്ടിക്കേറി. ഇങ്ങനെ എന്ത് നടന്നാലും പാട്ട് എഴുതിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹാസ്യ പാട്ടുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ ധാരാളം പരിപാടികൾ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീടൊരു അവസരത്തിൽ നമുക്ക് ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ പാടി സംസാരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ ബദർ കിസ്സപ്പാട്ടിന്റെ തുടക്കം തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ബിസ്മി കൊണ്ടാണ്. അഹദത്തിലെ അലിഫ് അലിഫില മഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ലാ അരിമ കലൈ കുതുബനുദിന ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ലാ ബഹറ ഖുർആനിൻ പൊരുൾ മുഴുതടകിനെ ബരിശക്കടൽ പതി ബിസ്മില്ലാ ബദറ പട കൊടു കവിനുവൽ വദിൻ മുതൽ ബരിബത്തബ്തദി ബിസ്മില്ലാ. വിശുദ്ധ ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് അവസാനിപ്പിക്കുകയാണ്. സമയം ദീർഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.